ഏറെ വിവാദമായ ഒരു ചാരിറ്റി പ്രവർത്തകനും ഒരു ക്രിസ്റ്റ കാറും സ്നേഹസമ്മാനം. പക്ഷേ വിഷയം വിവാദങ്ങളുണ്ടാവുകയും അതിവേഗത്തിൽ അവസാനിക്കുകയും ചെയ്തു. എങ്കിലും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അതിവേഗത്തിൽ നടന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആരുടെയൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നു. കാരണം അറിയാതെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യം ജനങ്ങളിൽ അത് വേറൊരു രീതിയിൽ അവർ വിലയിരുത്തുമെന്നുള്ളൊരു കാര്യം ചിന്തിക്കാതെ എടുത്തത്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുടുംബമാണെങ്കിലും കമ്മിറ്റി ആണെങ്കിലും ചാരിറ്റിക്കാരൻ ചെയ്തതെങ്കിലും അത് ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തും എന്നുള്ളൊരു കാര്യം വിട്ടുപോയി. ആ ഒരു പിഴവ് പക്ഷേ അതിവേഗത്തിൽ തിരുത്തുകയും ചെയ്തു. പക്ഷേ ഇതിൽ ആർക്കൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ ഈ വിഷയത്തിൽ, അതായത് ഈ ചാരിറ്റിക്കാരനെ ഏത് വിധേനയും കെണിവെച്ച് ഈ ഒരു ആരോപണം കൊണ്ട് തളച്ചിടുക അല്ലെങ്കിൽ അയാളെ നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തം. കാരണം ഒരു തട്ടിപ്പാണെങ്കിൽ ഒരാളും അറിയാതെ ചെയ്യാമായിരുന്നുള്ള ഓപ്ഷൻ മറുഭാഗത്തുണ്ടായിട്ടും ജനങ്ങളെ അറിയിച്ച് ഈ കുടുംബവും കമ്മിറ്റിയും ചാരിറ്റിക്കാരനാണെങ്കിൽ ജനങ്ങളുടെ മുൻപിൽ വെച്ച് എടുത്തൊരു തീരുമാനം അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കിയെങ്കിലും അവർ ഒളിച്ചു വെച്ചിട്ടില്ല. പക്ഷേ മനഃപൂർവ്വമുള്ളൊരു തട്ടിപ്പാണെങ്കിൽ ആ കുടുംബത്തിനൊരു കുറച്ച് ക്യാഷ് പോക്കറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ മനഃപൂർവ്വമല്ലാത്ത തെറ്റായിട്ട് പോലും ആ അറിയാതെ പറ്റിയ തെറ്റിനേക്കാൾ കൂടുതൽ ഇതിനെ വിമർശിച്ച ആളുകൾ എന്തോ അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യം ഉള്ളതുപോലെ. കാരണം ഈ കമ്മിറ്റിയുടെ ഭാഗമായ MLA പോലും ഇവർ തിടുക്കപ്പെട്ട് ഫോണിലൂടെ വിളിക്കുകയും MLA ഒരു തെറ്റായ നിലപാട് ഇവർക്ക് കൊടുക്കുകയും അത് ഇവർ വളരെയധികം പ്രയോജനപ്പെടുത്തി ഈ മനഃപൂർവ്വമല്ലാത്ത ഒരു പുകയെ ഇവർ മനഃപൂർവ്വമായി ഊതി ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അത് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇനി ഈ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഈ കുടുംബത്തിലോ പെട്ട ഏതോ ഒരാളുകളിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷനും ഇവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. ഇത് അതിവേഗത്തിൽ പടരാൻ സഹായിച്ചതിൽ ചിലരുടെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ നിരന്തരം വരുന്ന പോസ്റ്റുകൾ മുഖാന്തരം ഒരു ചാരിറ്റിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ചില ചാരിറ്റി വിമർശകരുടെ മുൻവൈരാഗ്യങ്ങളും